ഓരോ പെരുന്നാൾ ആഘോഷവും നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നാം ആരുടെ പെരുന്നാളാണോ ആഘോഷിക്കുന്നത്, ആ വിശുദ്ധന്റെയോ ആ വിശുദ്ധയുടെയോ ജീവിതത്തോട് നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വവും സന്ദേശവുമാണ് ഓരോ പെരുന്നാൾ ആഘോഷവും നൽകുന്നത്. നാം പെരുന്നാളുകൾ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ കേവലം ബാഹ്യമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ട്, കേവലമായ ബാഹ്യമായ സന്തോഷങ്ങൾ കൊണ്ടൊക്കെ അതിനെ നിറയ്ക്കുന്നതിനേക്കാളൊക്കെ ഉപരി ആരുടെ പെരുന്നാളാണോ ആഘോഷിക്കുന്നത്, ആരുടെ മധ്യസ്ഥതയാണോ നാം യാചിക്കുന്നത്, അവരുടെ ജീവിതത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുവാനും അത് കൂടുതൽ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനോട് അടുപ്പിക്കുവാനും ഇടയായി തീരുക എന്നുള്ളതാണ് പെരുന്നാൾ ആഘോഷങ്ങളുടെ പരമമായ ലക്ഷ്യങ്ങളിലൊന്ന്. വിശുദ്ധ വേദപുസ്തകത്തിൽ, സംഖ്യാപുസ്തകത്തിൽ 13-14 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കാദേശ് ബർനായ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ നാം പരിചയപ്പെടുന്നുണ്ട്. കാദേശ് ബർനായ എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിമോചിപ്പിച്ചുകൊണ്ട് മോശയും അഹ്റോന്റെയും നേതൃത്വത്തിൽ അവർ ഈ കാദേശ് ബർനായ എന്ന് പറയുന്ന പർവ്വതത്തിലേക്ക് വന്നു ചേരുമ്പോൾ അവിടെ വെച്ച് യഹോവയായ ദൈവത്തിന്റെ നിർദ്ദേശമനുസരിച്ച് മോശ 12 ഗോത്രത്തിൽ നിന്ന് 12 തലവന്മാരെ വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം, കനാൻ ദേശം പോയി ഒറ്റുനോക്കണം. ആ കനാൻ ദേശം പോയി ഒറ്റുനോക്കിയതിനു ശേഷം അത് എങ്ങനെയുള്ള നാടാണ് എന്നുള്ളത് നിങ്ങൾ തിരികെ വന്ന് പറയണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പ്രതിനിധികൾ തങ്ങൾക്ക് അവകാശപ്പെട്ട, തങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത കനാൻ നാട് ഉറ്റുനോക്കുവാനായി പോയി. അവർ 40 ദിവസം കൊണ്ട് പോയി. അതിനുശേഷം തിരികെ വന്ന് അവർ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശത്തെക്കുറിച്ച് ഒരു വലിയ റിപ്പോർട്ട് നൽകുന്നുണ്ട്. അവർ പറയുകയാണ്, യഹോവയായ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കനാൻ നാട് ഞങ്ങൾ ഒറ്റുനോക്കി. അത് സമ്പൽ സമൃദ്ധിയുടെ നാടാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. യഹോവ ആ ദേശത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കൾ എല്ലാവരും പറഞ്ഞു, നമുക്ക് വേഗം ചെല്ലാം, ആ ദേശത്തെ നമുക്ക് കീഴ്പ്പെടുത്താം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകാനായി പാടില്ല. കാരണം ആ ദേശത്തിന് ചുറ്റും മല്ലന്മാരായ ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ അടുക്കലേക്ക് നമ്മൾ ചെന്നാൽ അവരുടെ മുന്നിൽ വെട്ടുക്കിളികളെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ അനാക്കിന്റെ പുത്രന്മാരുണ്ട്, അമോല്യക്കരുണ്ട്, ഹിത്യരുണ്ട്, യെബുസായരുണ്ട്. അങ്ങനെ നിരന്തരം വലിയ ബലിഷ്ഠന്മാരായ ആളുകൾ അതിന് ചുറ്റും താമസിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് കടക്കുവാനായി കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു. എന്നാൽ അതിൽ 2 പേർ, യോശുവയും കാലേബും, അവർ പറയുകയാണ്, നമ്മൾ എന്തിനാണ് യഹോവയായ ദൈവത്തോട് മത്സരിക്കുന്നത്? യഹോവയായ ദൈവം നമുക്കൊരു നാട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നിശ്ചയമായിട്ട് നമുക്ക് ആ ദേശം കൈവശമാക്കുവാൻ നൽകും. അതുകൊണ്ട് നമ്മൾ യഹോവയായ ദൈവത്തോട് മത്സരിക്കരുത് എന്നാണ് അവിടെ യോശുവയും കാലേബും പറഞ്ഞത്. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ ശബ്ദത്തിന് മുന്നിൽ ന്യൂനപക്ഷത്തിന്റെ ശബ്ദത്തിന് വിലയില്ലാതായി പോകുന്നത് പോലെ അവർ ഒരുമിച്ച് തീരുമാനിച്ചു, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകേണ്ട എന്ന്. എന്നാൽ കാലങ്ങൾക്ക് ശേഷമാകുമ്പോൾ അവിടെ മോശ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്റെ വാക്ക് വിശ്വസിക്കാതെ, എന്നെ മഹത്വപ്പെടുത്താതെ നിങ്ങൾ ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആ ദേശം എങ്ങനെയാണ് കൈവശമാക്കുവാനായിട്ട് കഴിയുക എന്ന് ചോദിച്ചു. മോശ ദൈവത്തോട് പറഞ്ഞോ, ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അതിന് യഹോവയായ ദൈവം ഒരു പ്രായശ്ചിത്തം കൊടുക്കുന്നുണ്ട്. 40 ദിവസം കൊണ്ട് അവർ തങ്ങളുടെ ദേശത്തേക്ക് ചെന്ന് ചേർന്നെങ്കിൽ 1 ദിവസത്തിന് 1 സംവത്സരം വീതം നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. 1 ദിവസത്തിന് 1 വർഷം വീതം നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. അങ്ങനെയാണ് 40 ദിവസം കൊണ്ട് അവർ യാത്ര ചെയ്യുന്നത്, 40 വർഷം കൊണ്ട് അവർ യാത്ര ചെയ്യുന്നത്.
40 വർഷം എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തിന് ഒരു ദിവസം ഒരു വർഷം പ്രായശ്ചിത്തമായി നൽകി എന്നുള്ളത് കൊണ്ടാണ്. ദേശത്ത് ഉറ്റുനോക്കുവാൻ പോയ ദിവസത്തിനൊത്തവണ്ണം ഓരോ വർഷം വീതം അവർക്ക് കൊടുക്കുകയാണ് ഒരു പ്രായശ്ചിത്തമായി. പ്രിയമുള്ളവരെ, ഇതെന്തിനാണ് ഞാനിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ പെരുന്നാൾ ആഘോഷം നമുക്കൊരു കാദേശ് ഭരണയായി ഭവിക്കണം. ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളെ എടുക്കുവാനായി നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് കരഗതമാകുന്ന അനുഗ്രഹങ്ങൾക്ക് കാലതാമസമുണ്ടാകും. 40 ദിവസം കൊണ്ട് ലഭ്യമാകേണ്ടുന്ന കനാൻ നാട് അവർക്ക് ലഭ്യമാക്കുന്നത് 40 സംവത്സരങ്ങൾക്ക് ശേഷമാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യഹോവയായ ദൈവത്തോട് മത്സരിക്കാതെ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ച് അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ പെരുന്നാൾ ആഘോഷവും ഒരു കാദേശ് ഭരണയായി രൂപപ്പെടണം. അങ്ങനെ കാദേശ് ഭരണയായി രൂപപ്പെടുന്നുവെങ്കിൽ മാത്രമേ ഈ സുവിശേഷ കേൾവി കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഇന്നയോളമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വചന ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര ധ്യാനയോഗങ്ങൾ കൂടിയിട്ടുണ്ട്, നമ്മൾ എത്ര വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ടുണ്ട്, നമ്മൾ എത്ര തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനു മുൻപുള്ള നമ്മുടെ ജീവിതവും അതിനുശേഷമുള്ള നമ്മുടെ ജീവിതവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത് എന്ന് നാം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. വിശുദ്ധനായ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ അവയെ പ്രവർത്തിക്കുന്നവർ കൂടി ആകുവീൻ എന്ന്. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട്, അത് കഴിഞ്ഞിട്ട് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. തങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ അവയെ പ്രവർത്തിക്കുന്നവർ കൂടി ആകുവീൻ. നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതവും കൂടുതൽ ശോഭയുള്ളതായി മാറുകയുള്ളൂ, ഈ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് അമുഖമായി ഓർമ്മിപ്പിക്കട്ടെ. ഒരല്പസമയത്തെ വേദവിചിന്തനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. പ്രിയമുള്ളവരെ, 2 തരത്തിലുള്ള സ്വഭാവമുള്ളവരെ പറ്റിയാണ്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള സ്വഭാവങ്ങളെ പറ്റിയാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നത്. 1 ജഡസ്വഭാവം, 2 ആത്മസ്വഭാവം. ജഡസ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആത്മസ്വഭാവത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എണ്ണി പറയുകയാണ്. അവിടെ പറയുന്നു, ജഡസ്വഭാവമുള്ളവർ ചിന്തിക്കുന്നത് ജഡത്തിനുള്ളതാണ്, ആത്മസ്വഭാവമുള്ളവർ ചിന്തിക്കുന്നത് ആത്മാവിനുള്ളതാണ്. ജഡത്തിന്റെ ചിന്ത മരണമാണ്, എന്നാൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും ആകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്, അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ചിന്ത ദൈവത്തോടുള്ള സൗഹൃദമാണ് എന്ന്. ജഡത്തിന്റെ ചിന്തയുള്ളവർക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറയുക. അപ്പോൾ ഈ 2 സ്വഭാവവും തമ്മിലുള്ള വ്യതിരക്തത അവിടെ വ്യക്തമാക്കി പറയുകയാണ്. പ്രിയമുള്ളവരെ, നാം ഒന്ന് നമ്മെപ്പറ്റി തന്നെ ചിന്തിക്കേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. ഇതിലേത് സ്വഭാവത്തിലാണ് ഞാനും നിങ്ങളും, ഇതിലേത് സ്വഭാവത്തിന്റെ അംശികളായിട്ടാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് എന്നുള്ളത്. ജഡസ്വഭാവമാണോ ആത്മസ്വഭാവമാണോ നമ്മളിലുള്ളത് എന്ന്.
പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മൾ ഓരോരുത്തരും. ശരീരം എന്നുള്ളതിന് മറ്റൊരു പേര് ജഡമെന്നുള്ളതാണ്. ഈ ശരീരത്തിന് പറയുന്ന മറ്റൊരു പേര് ജഡമെന്നുള്ളതാണ്. അപ്പോൾ ജഡത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും ജഡ സ്വഭാവം ഉണ്ടാകുവാനായിട്ടല്ല, മറിച്ച് ആത്മസ്വഭാവമുള്ളവരായി നാം ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന് നമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ജഡത്തിൽ വസിക്കുമ്പോഴും ജഡത്തിന്റെ ചിന്തയല്ല, ആത്മാവിന്റെ ചിന്തയാണ് നമ്മെ നയിക്കേണ്ടുന്നത് എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എവിടെയാണ് ഒരു സ്വഭാവം ഉത്ഭവിക്കുന്നത്? ജഡ സ്വഭാവം അല്ലെങ്കിൽ ആത്മസ്വഭാവം ഒരു മനുഷ്യനിൽ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഞാൻ പറയും, ഒരുവന്റെ ചിന്തയിൽ നിന്നാണ് അവന്റെ സ്വഭാവം ആരംഭിക്കുന്നത്. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ പ്രവർത്തികളാകുന്നത്, നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ ശീലങ്ങളാകുന്നത്, നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മുടെ ശീലങ്ങളാകുന്നത്, നമ്മുടെ ശീലങ്ങളാണ് പിന്നീട് നമ്മുടെ സ്വഭാവമായി മാറുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഒരുവന്റെ ചിന്തയാണ് അവന്റെ സ്വഭാവത്തിന്റെ കാരണമായി മാറുന്നത്. ഇനി ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദാനം എന്തെന്നറിയാമോ? അത് മനുഷ്യന് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. തിയോളജിയിൽ അതിന് ഫ്രീ വിൽ ഓഫ് ഗോഡ് എന്ന് പറയും. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അവന് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം. അത് ആദിയിൽ ഏദൻ തോട്ടം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളത് അവന്റെ സ്വാതന്ത്ര്യമാണ്. അവൻ ഒരിക്കലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുവാൻ തമ്പുരാൻ ശ്രമിച്ചിട്ടില്ല. ആദിയിൽ ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും ദൈവം അവിടെ ആക്കി വെക്കുമ്പോൾ ദൈവം അവരോട് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെയും ഫലം ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തെ തൊടുകയോ അതിന്റെ ഫലം ഭക്ഷിക്കുകയോ ചെയ്യരുത് എന്ന്. അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ ആക്കി വെച്ചിട്ട് അവനൊരു കൽപ്പന കൊടുക്കുകയാണ്. അത് പാലിക്കുകയോ പാലിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് അവന്റെ ഇഷ്ടവും അവന്റെ സ്വാതന്ത്ര്യവുമാണ്. ദൈവത്തിന്റെ കൽപ്പന അവിടെ ഉണ്ട്. എന്നാൽ അത് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ള സ്വാതന്ത്ര്യം, ചിന്തിക്കുവാൻ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഇന്നും ഈ നാഴികയിലും ദൈവം നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പരിശുദ്ധ സഭയിലൂടെ, ആരാധനയിലൂടെ നമുക്ക് ദൈവകൽപ്പനകൾ സുലഭമായുണ്ട്. എന്നാൽ ആ കൽപ്പനകളെ നാം പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. എവിടെയാണോ മനുഷ്യൻ ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നത്, അവിടെ പാപം ജനിക്കും. ഞാൻ എപ്പോഴാണോ ദൈവം എനിക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നത്, അവിടെ ഞാൻ പാപത്തിൽ വീണുപോകും. എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം, അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ മതി. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ എപ്പോൾ ദുരുപയോഗം ചെയ്യുന്നു, നമ്മൾ എപ്പോൾ തെറ്റായി ഉപയോഗിക്കുന്നു, അപ്പോൾ നമ്മൾ പാപത്തിന്റെ അടിമകളായി മാറും. അതാദിയിൽ ഏദൻ തോട്ടത്തിലും ദൈവം ആദമിനും ഹവ്വയ്ക്കും കൊടുത്ത സ്വാതന്ത്ര്യത്തെ അവർ ദുരുപയോഗം ചെയ്തപ്പോഴാണ് അവർ പാപത്തിൽ വീണത്. ഇന്ന് ഞാനും നിങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പാപത്തിൽ വീണു പോകുന്നത് എന്നോർക്കുക. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിശുദ്ധിയുള്ള സ്വഭാവത്തിലേക്ക് വളരുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജഡത്തിൽ ജീവിക്കുമ്പോഴും നമുക്കെങ്ങനെ ആത്മസ്വഭാവമുള്ളവരായി മാറുവാനായി കഴിയുമെന്ന് ഈ രാത്രിയിൽ ഒന്ന് ചിന്തിക്കാം. ഈ ജഡത്തിൽ ജീവിക്കുമ്പോഴും
അതിന് നേരെ വിപരീതമായ ആത്മസ്വഭാവമുള്ളവരായി നമുക്ക് എങ്ങനെ മാറുവാനായി കഴിയും? ഈ ജഡം എന്ന് പറയുന്നത് ഒരു തിന്മയല്ല. അത് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു തിന്മയല്ല. കാരണം ഇതൊരു തിന്മയായിരുന്നെങ്കിൽ, ഇതൊരു പാപമായിരുന്നെങ്കിൽ ഉടയതമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ മനുഷ്യന്റെ രൂപം തെരഞ്ഞെടുക്കേണ്ടുന്ന, ഈ ജഡരൂപം തെരഞ്ഞെടുക്കേണ്ടുന്ന അനുഭവം ഉണ്ടാവുകയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ശരീരം എന്ന് പറയുന്നത് ഒരു തിന്മയല്ല. മറിച്ച് ആ ശരീരത്തിന്റെ അവകാശികളായ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവെന്നും എന്ത് പ്രവർത്തിക്കുന്നുവെന്നും എന്ത് ശീലിക്കുന്നുവെന്നും എന്ത് സ്വഭാവത്തിൽ ജീവിക്കുന്നുവെന്നുള്ളതുമാണ് പ്രശ്നകരമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ നിർമ്മലീകരിക്കുവാനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ആത്മസ്വഭാവത്തിൽ നീതീകരിക്കപ്പെടുവാനായി നമുക്ക് എന്താണ് ചെയ്യുവാനായി കഴിയുന്നത്? താമരപുഷ്പം നമുക്കൊക്കെ പരിചയമുള്ള ഒരു പുഷ്പമാണ്. ഈ താമര എന്ന് പറയുന്നത് ചെളിക്കുണ്ടിലാണ് നിൽക്കുന്നത്. അത് ചെളിക്കുണ്ടിൽ നിന്നാലും അത് ഉപരിതലത്തിലേക്ക് വരുമ്പോൾ മനോഹര പുഷ്പമായി മാറുകയാണ്. പങ്കജം എന്ന് പറയും. പങ്കം എന്ന് പറഞ്ഞാൽ ചെളി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ ചെളിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പുഷ്പമാണ് ഈ താമര എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ പുഷ്പങ്ങളെയും നമുക്ക് എങ്ങനെ വിളിക്കാം? മണ്ണിൽ നിൽക്കുമ്പോഴും അതിന്റെ മനോഹാരിതയെ, അതിന്റെ ശ്രേഷ്ഠതയെ, അതിന്റെ ജീവിതത്തിന്റെ നിയോഗത്തെ മനോഹരമായി പാലിക്കുവാൻ എല്ലാ സൃഷ്ടിജാലങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഞാനും നിങ്ങളും നിൽക്കുന്നത്, ചവിട്ടുന്നത് ഈ മണ്ണിലാണെങ്കിലും ഈ ജഡത്തിലാണെങ്കിലും നമുക്കെങ്ങനെ ആത്മസ്വഭാവത്തിൽ ജീവിക്കുവാനായി, ദൈവീകരണത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായി നമുക്കെങ്ങനെയാണ് ആത്മസ്വഭാവത്തിൽ ജീവിക്കുവാനായി, അല്ലെങ്കിൽ ആത്മസ്വഭാവത്തിൽ നീതീകരണം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതിനുള്ള ആദ്യത്തെ ഉത്തരം നൽകുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ എന്ന്. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നാം ഈ ജഡം കൊണ്ട് ജീവിക്കുന്നത് ഭൂമിയിലാണെങ്കിലും നമ്മുടെ ചിന്തകളും നമ്മുടെ ലക്ഷ്യവും സ്വർഗമായിരിക്കണം. നമ്മുടെ സ്വഭാവം ദൈവികമായിരിക്കണം എന്നാണ് ഇവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം ഭൂമിയിൽ ഉള്ളതിനെ പറ്റിയല്ല, ഉയരങ്ങളിലുള്ളതിനെ പറ്റി ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുവാനായി നമുക്ക് കഴിയുന്നത്? ഒറ്റക്കാര്യം ചെയ്താൽ മതി. നമ്മുടെ മുൻഗണനകളിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളുടെ പ്രയോറിറ്റീസ് അത് ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായി മാറ്റിവെച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണന ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടി നാം മാറ്റിവെക്കുമ്പോൾ ഈ ശരീരത്തിൽ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നമുക്ക് ആത്മസ്വഭാവമുള്ളവരായി മാറുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നമ്മുടെ അന്വേഷണത്തിന്റെ ലക്ഷ്യം അവന്റെ രാജ്യമായിരിക്കണം, അവന്റെ നീതിയായിരിക്കണം. നമ്മുടെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ അന്വേഷണങ്ങളുടെ ലക്ഷ്യം യഹോവയായ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ദൈവരാജ്യവും ആ ദൈവരാജ്യത്തിന്റെ നീതിയുമായിരിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം എന്ത് സ്നേഹിക്കുന്നുവോ അതിനെ സ്നേഹിക്കുവാനും ദൈവം എന്ത് വെറുക്കുന്നുവോ അതിനെ വെറുക്കുവാനും നമുക്കാവണം പ്രിയമുള്ളവരെ. ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുവാൻ, ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാൻ നമ്മുടെ ജീവിതത്തെ നാം പര്യാപ്തമാക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ, ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആത്മസ്വഭാവമുള്ളവരായി മാറുവാനായിട്ട് കഴിയണം. നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഹു ആം ഐ? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ എവിടെയാണ്? എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്തുവാൻ കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദൈവത്തോട് അടുക്കുവാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതെന്താണ് ഇങ്ങനെ ഒരു ചോദ്യമെന്ന്.
നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ സ്വത്വം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നാളിലാണ് നാം നമ്മുടെ ജീവിതത്തെ ശരിയായി നിർവചിക്കുവാനായിട്ട് കഴിയും. ഹു ആം ഐ? ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്ന് നാം തിരിച്ചറിയുന്ന അനുഭവം. ആ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശോഭയുള്ള ജീവിതം നയിക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ദൈവത്തിന്റെ വകയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുവാൻ, ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാൻ നമുക്കാകുന്നത്. അതല്ലാതെ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ് എന്നുള്ള ചിന്ത ലെവലേശമില്ലാതെ നാം മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ നീതീകരണം പ്രാപിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന്. അപ്പോൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നുള്ളത്, ജീവിക്കുന്നത് ഭൂമിയിലാണെങ്കിലും നമ്മുടെ സിറ്റിസൺഷിപ്പ് അതങ്ങ് സ്വർഗത്തിലാണ് എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നു, എന്നാൽ നമ്മുടെ യഥാർത്ഥമായ പൗരത്വം അവിടെയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങൾ UK-യിലും യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവരവിടെയൊക്കെ ചെല്ലുമ്പോഴും ഈ നാടിന്റെ നന്മകളെയൊക്കെ മുറുകെ പിടിക്കുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും പോകുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നത് ആരെന്നറിയാമോ? നമ്മളൊന്നും അല്ല, വിദേശത്തുള്ളവരാ. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അവര് ഓണത്തിന്റെ സീസൺ തുടങ്ങി അടുത്ത ക്രിസ്മസ് വരെ അവർക്ക് ഓണമാണ്. ക്രിസ്മസിന്റെ സീസൺ വന്നാൽ ക്രിസ്മസ് മുതൽ അടുത്ത നോമ്പ് വരെയും ക്രിസ്മസിന്റെ ആഘോഷമാണ്. എങ്ങനെ സ്വന്തം നാടിന്റെ മൂല്യങ്ങളെ, അത് സാംസ്കാരികമാണെങ്കിലും ആത്മീയമാണെങ്കിലും അതിനൊക്കെ ആചരണം ചെയ്യുവാനുള്ള ഒരു ത്വര അവരുടെ മനസ്സിലുണ്ട്. അതുപോലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളത് നാം മറക്കരുതാത്ത കാര്യമാണ്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ പൗരത്വം, നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. നമുക്ക് അനേകം വാസസ്ഥലങ്ങൾ അവിടെ ഒരുക്കിയിട്ടുള്ള കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ദൈവരാജ്യത്തിന്റെ മൂല്യക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മൾ ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടുന്നത് എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 4-ാം അധ്യായം 8-ാം വാക്യം. നാം എന്താണ് ചിന്തിക്കേണ്ടത്? സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, ഇതാണ് നാം ചിന്തിക്കേണ്ടുന്നത് എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ ചിന്തകളെ നാം ശുദ്ധീകരിക്കണം. ആ ചിന്തകളിൽ ശുദ്ധീകരണം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ സത്യമായതിനെ കുറിച്ചായിരിക്കണം, ഘനമായതിനെ കുറിച്ചായിരിക്കണം, നീതിയായതിനെ കുറിച്ചായിരിക്കണം, നിർമ്മലമായതിനെ കുറിച്ചായിരിക്കണം, രമ്യമായതിനെ കുറിച്ചും സൽകീർത്തിയായതിനെ കുറിച്ചും സൽഗുണമായതിനെ കുറിച്ചുമായിരിക്കണം എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളിൽ ശുദ്ധീകരണം ഉണ്ടാകട്ടെ. ആ ശുദ്ധീകരിക്കപ്പെട്ട ചിന്തകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിന് പുതിയ ഒരു അനുഭവം നൽകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും ഉയരങ്ങളിലുള്ളത് ചിന്തിക്കുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകും. ഇനി ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം, ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉൾക്കാഴ്ചയുണ്ടാകണം. ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിലേക്ക് നോക്കുവാനും ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനും നമുക്കാവുകയുള്ളൂ. എന്താണ് ഈ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ? എന്താ കാഴ്ച എന്ന് പറഞ്ഞാൽ? കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ നമ്മുടെ കാഴ്ചകളാണ്. കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതൊക്കെ കാഴ്ചയാണെങ്കിൽ, ഞാൻ പറയും, കണ്ണുകൾ അടയ്ക്കുമ്പോൾ
നമ്മൾ എന്താണോ കാണുന്നത് അതാണ് ഉൾക്കാഴ്ച. കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മൾ എന്താണോ കാണുന്നത് അതാണ് ഉൾക്കാഴ്ച. അപ്പൊ നിങ്ങൾ ചോദിക്കും, കണ്ണടച്ചാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന്. കണ്ണടച്ചാൽ ഇരുട്ട് മാത്രമാണ്, എനിക്കറിയാം. പക്ഷേ പ്രിയമുള്ളവരെ, പിതാക്കന്മാർ അതിനൊരു വ്യാഖ്യാനമുണ്ട്. കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മൾ ധ്യാനത്തിലും മനനത്തിലേക്കും ആയിപ്പോകുന്നു എന്നുള്ളൊരു അനുഭവം. ഞാൻ എൻ്റെ ദൈവത്തോട് സ്വസ്ഥമായി സംസാരിക്കുന്ന സമയം നമുക്ക് ഉൾക്കാഴ്ചകൾ ഉണ്ടാകും. എന്റെ കണ്ണുകളെ ഞാൻ അടച്ച്, എന്റെ മിഴികളെ ഞാൻ പൂട്ടി, എന്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുമ്പോൾ എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച എനിക്ക് ലഭിക്കും. എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ എനിക്ക് ലഭിക്കും. എന്റെ ജീവിതം ദൈവവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറവുകളെ പറ്റിയുള്ള ബോധ്യം എനിക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരത്തിലുള്ളതിനെ പറ്റി ചിന്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നമുക്ക് കാഴ്ചയോടൊപ്പം ഉൾക്കാഴ്ചയും ഉണ്ടാകേണ്ടുന്നത് വളരെ ആവശ്യമാണ്. കാഴ്ച തരുന്നത് കണ്ണുകളാണെങ്കിൽ ഉൾക്കാഴ്ച തരുന്നത് നമ്മുടെ ഹൃദയമാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ആ ഹൃദയബന്ധത്തിലൂടെ മാത്രമേ നമ്മുടെ കാഴ്ചകളെയും നമ്മുടെ ഉൾക്കാഴ്ചകളെയും ശരിയായ രീതിയിൽ കൊണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു അനുഭവം ഉണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തു ഒരു കുരുടന് സൗഖ്യം കൊടുത്തിട്ട് ആ കുരുടന്റെ സൗഖ്യം ശരിയാകാതെ വരികയും പിന്നീട് കർത്താവ് അവനെ വീണ്ടും വിളിച്ച് അവൻ ഒന്നുകൂടെ സൗഖ്യം കൊടുക്കുന്ന ഒരു അനുഭവം നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവിന്റെ അടുക്കിലേക്ക് ഒരു കുരുടനായ മനുഷ്യൻ വരുന്നു. അവനെ കർത്താവ് സൗഖ്യമാക്കുന്നു. എന്നിട്ട് കർത്താവ് അവനോട് ചോദിക്കുകയാണ്, നീ എന്ത് കാണുന്നു എന്ന്. അപ്പോഴവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങളെ പോലെ അത്രേ എന്ന്. കർത്താവ് അവനെ ഇങ്ങ് വിളിച്ച് ഒന്നുകൂടെ സൗഖ്യം കൊടുത്തു. ഒരിക്കൽ കൂടി അവന് സൗഖ്യം കൊടുത്തു. അപ്പോഴാണ് അവന്റെ കാഴ്ചയൊക്കെ ശരിയായി മാറുന്നത്. പ്രിയമുള്ളവരെ, കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഉൾക്കാഴ്ചകളോടെ ചേരുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ സമ്പുഷ്ടമാകുന്നത് എന്ന് നാം എപ്പോഴും ഓർത്തുകൊള്ളണം. ഈ കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. ഈ കണ്ണിലൂടെ നാം കാണുന്നതൊക്കെയും നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയും അത് നമ്മുടെ ജീവിതത്തിന് പല മാനങ്ങൾ നൽകുവാൻ ഇടയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് കാഴ്ചകളും ഉൾക്കാഴ്ചകളും ഒക്കെ ശരിയായ രീതിയിൽ ആകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ചെറിയ മനുഷ്യനുണ്ടല്ലോ, നീളം കുറഞ്ഞൊരു മനുഷ്യൻ. ആരാ? സക്കായി. സക്കായിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായിരുന്നു സക്കായിയുടെ ആഗ്രഹം? യേശുവിനെ കാണണം. നിങ്ങളുടെയൊക്കെ വേദപുസ്തകത്തിൽ അങ്ങനെയാണോ? എൻ്റെ വേദപുസ്തകത്തിൽ അങ്ങനെയല്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു അനുഭവം. സക്കായിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം എന്തായിരുന്നു എന്നുള്ളത്, സക്കായിയുടെ ആഗ്രഹം എന്തെന്നറിയാമോ? അങ്ങനെയായിരുന്നു. അതാണ് സക്കായിയുടെ ആഗ്രഹം. യേശുവിനെ കാണണമെന്നുള്ളത് മാത്രമല്ലായിരുന്നു, യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണണമെന്നായിരുന്നു സക്കായിയുടെ ആഗ്രഹം. സക്കായി അങ്ങനെ കർത്താവ് എങ്ങനെയുള്ളവനാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു പോവുകയാണ്. സക്കായി കർത്താവിനെ കണ്ടോ? കണ്ടു. ആദ്യം കണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് സക്കായിക്ക് കർത്താവിനെ കാണാൻ കഴിയാതെ പോയത്? സക്കായിയുടെ നീളക്കുറവാണോ, അത് അവിടെ ഉണ്ടായിരുന്നവരുടെ നീള കൂടുതലായിരുന്നു? പ്രസംഗിക്കാൻ വന്നിട്ട് പ്രസംഗിച്ചിട്ട് പോയാൽ പോരെ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ? സക്കായിയുടെ നീളക്കുറവാണോ അവിടെ കൂടിയിരുന്നവരുടെ നീള കൂടുതലല്ലേ? കോഴിയാണോ ആദ്യം ഉണ്ടായത്, മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്ന പോലെ ആണെന്ന് എനിക്കറിയാം. എന്തായാലും പോട്ടെ, ഈ രണ്ട് കുറവുകളും കർത്താവിൽ നിന്നുള്ള കാഴ്ചയെ തടസ്സപ്പെടുത്തി. സക്കായിയുടെ നീളക്കുറവും അവിടെ നിന്ന പുരുഷാരവും കർത്താവിങ്കിലേക്കുള്ള കാഴ്ചയെ തടസ്സപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിങ്കിലേക്കുള്ള കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ കുറവുകളുമാണ്.
ഈ ലോകവുമാണ് നമ്മളെ കർത്താവിൽ നിന്നുള്ള കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നത് എന്ന് നാം ഓർക്കണം. എന്നാൽ സക്കായി കർത്താവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പിന്നീട് എന്താണ് ചെയ്തത്? അവനൊരു ഇല്ല, അതിനു മുമ്പ് വേറൊരു കാര്യം ചെയ്തു സക്കായി. അവൻ നിന്നിടത്ത് നിന്ന് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താൻ നിൽക്കുന്ന ഇടത്ത് നിന്നാൽ തനിക്ക് കർത്താവിനെ കാണുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ സക്കായി താൻ നിൽക്കുന്ന ഇടത്ത് നിന്ന് ഒരോട്ടം വെച്ചു കൊടുക്കുകയാണ്. ഞാനും നിങ്ങളും ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശീലിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നിൽക്കുന്ന ഇടത്ത് നിന്നാൽ എനിക്ക് കർത്താവ് എങ്ങനെയുള്ളവനാണെന്ന് കാണുവാൻ, തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ നിൽക്കുന്ന ഇടത്ത് നിന്നൊരു ഓട്ടം വെച്ചു കൊടുക്കണം. ആ ഓട്ടം ചെന്ന് നിൽക്കുന്നതാണ് കാട്ടത്തി. അവൻ കാട്ടത്തിയുടെ മുകൾ കയറി, കർത്താവ് അവനെ കണ്ടു. പ്രിയമുള്ളവരെ, സഭാപിതാക്കന്മാർ ഇതിനൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഈ ഓട്ടം എന്ന് പറയുന്നത് അവന്റെ ഒരു മനുഷ്യന്റെ ആധ്യാത്മിക ജീവിത അനുഭവങ്ങളാണ്. ഈ കാട്ടത്തി എന്ന് പറയുന്നത് പരിശുദ്ധ സഭയാണ്. ഈ കാട്ടത്തിയുടെ കൊമ്പുകൾ എന്ന് പറയുന്നത് പരിശുദ്ധ സഭയുടെ കൂദാശകളാണ്. ഒരുവൻ പരിശുദ്ധ സഭയിലേക്കും സഭയുടെ കൂദാശകളിലേക്കും പ്രവേശിക്കുമ്പോൾ അവൻ ശുദ്ധീകരിക്കപ്പെടും. അവൻ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ കർത്താവിന് അവനെ കാണുവാനും അവന് കർത്താവിനെ കാണുവാനും കർത്താവ് എങ്ങനെയുള്ളവനാണെന്ന് തിരിച്ചറിയുവാനും ഉള്ള സാധ്യതകൾ തുറന്നു വരികയാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കാട്ടത്തിയാകുന്ന സഭമേൽ കയറണം. അവിടെ നമ്മെ ശുദ്ധീകരിക്കുന്ന കൂദാശകളിലേക്ക് നാം പ്രവേശിക്കണം. കൂദാശ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണമെന്നാണ്. അപ്പോൾ നാം കാട്ടത്തിയാകുന്ന സഭമേൽ പ്രവേശിച്ച് അവിടുത്തെ കൂദാശകൾ അനുഭവിച്ച് ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ രക്ഷയുടെ അനുഭവം നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഞാനും നിങ്ങളും നിൽക്കുന്ന ഇടത്ത് തന്നെ നിന്ന് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ടല്ല, മുൻപോട്ടൊരോട്ടം വെച്ച് കൊടുക്കുവാൻ തയ്യാറാകണം. ഈ മുൻപോട്ടുള്ള ഓട്ടത്തിന്റെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും. പരിശുദ്ധ വലിയ നോമ്പിന്റെ കാലഘട്ടം. ഈ ഓരോ ആത്മീയ ജീവിത അനുഭവങ്ങളും പരിശുദ്ധ സഭ നമുക്ക് നിഷ്കർഷിക്കുന്ന നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ജാഗരണവും ആരാധനയും എല്ലാം ഈ ഓട്ടത്തിന്റെ ഭാഗമായി വരും. നമുക്ക് അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ടോടുവാനായിട്ട് കഴിയണം. വെടിപ്പോടെ നോമ്പ് നോൽക്കുന്നവന്റെ തലമുറ മാലാഖമാരോട് കൂടെ കലർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. വെടിപ്പോടെ നോമ്പ് നോൽക്കുന്നവൻ മാത്രമല്ല, നോമ്പ് നോൽക്കുന്നവന്റെ തലമുറ മാലാഖമാരോടുകൂടെ കലർത്തപ്പെടുന്നു എന്നാണ്. അപ്പോൾ നാം നോൽക്കുന്ന നോമ്പ്, ഉപവാസം, പ്രാർത്ഥന നമ്മുടെ മാത്രം ഗുണത്തിന് വേണ്ടിയല്ല, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുന്ന വലിയൊരു നിക്ഷേപമാണ്. ഓർത്തുകൊള്ളണം, നമ്മുടെ പൂർവിക പിതാക്കന്മാർ നോറ്റ നോമ്പിന്റെയും ഒഴുക്കിയ കണ്ണുനീരിന്റെയും ഉപവാസത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ആകത്തുകയാണെന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുവാനായി നമ്മൾ എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഉയരത്തിലുള്ളതിനെ പറ്റി ചിന്തിക്കുവാനും അതിനെ തലമുറകളിലേക്ക് പഠിപ്പിക്കുവാനും നമ്മുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമ്മെ ശക്തിപ്പെടുത്തണം. പ്രിയമുള്ളവരെ, മാലാഖമാരോട് കൂടെ കലർത്തപ്പെടുന്ന ഒരു തലമുറ നമുക്ക് അവകാശമായി ലഭിക്കണമെങ്കിൽ ഇന്ന് നാം നോമ്പ് നോക്കണം. മാലാഖമാർ താമസിക്കുന്നത്, അവർ വസിക്കുന്നത് സ്വർഗത്തിലാണ്. നമ്മുടെ തലമുറ സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതാ നോമ്പും പ്രാർത്ഥനയും നിന്റെ മുമ്പിലുണ്ട് എന്ന് സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ ഈ ജഡത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് ആത്മസ്വഭാവമുള്ളവരായി മാറണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് ആദ്യ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഉയരത്തിലുള്ളതിനെ പറ്റി ചിന്തിച്ചാൽ ജഡത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് ആത്മസ്വഭാവമുള്ളവരായി മാറുവാനായിട്ട് കഴിയും എന്നുള്ളത്. രണ്ടാമത്തെ മാർഗം എന്തെന്ന് ചോദിച്ചാൽ സൃഷ്ടിയുടെ കാല് കഴുകിയ സൃഷ്ടാവിന്റെ അടുക്കിലേക്ക് ഉയരണം എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
വിനീതരായി ജീവിക്കുവാൻ നാം തയ്യാറാകണം. സൃഷ്ടിയുടെ കാല് കഴുകിയ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് ഉയരണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു ഗുരു തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നുണ്ടെങ്കിൽ അവനൊരു വലിയ പാഠം അവർക്ക് പകർന്നു നൽകുകയാണ്. എന്താണ് ആ പാഠം? വിനയത്തിന്റെ പാഠം, താഴ്മയുടെ പാഠം അവൻ തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആത്മസ്വഭാവത്തിലേക്ക് ജീവിക്കുകയും ചരിക്കുകയും ചെയ്യണമെങ്കിൽ നാം വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി മാറണം. പണ്ടുള്ളവർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, താണ നിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യൂ എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയും ഒക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? ഇടിച്ചിടിച്ച് നിന്നാൽ പിടിച്ച് കേറാം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലേ? ഇടിച്ചിടിച്ച് നിൽക്കാൻ പറ്റുന്നിടത്തൊക്കെ ഇടിച്ചിടിച്ച് നിന്നോണം, എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ച് കേറാൻ പറ്റുള്ളൂ എന്ന നമ്മളും നമ്മുടെ തലമുറകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, വിനയമുള്ളവരായി ജീവിക്കുവാനാണ് ഗുരു, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ശിഷ്യന്മാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി, തങ്ങളിൽ ആരാണ് വലിയവനെന്ന്. അപ്പോൾ ആരാണ് വലിയവൻ, എങ്ങനെയുള്ളവനാണ് വലിയവൻ എന്ന് കർത്താവ് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ കാൽ കഴുകലിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. താണു നിന്നവൻ ഗുരുവാണ് എന്നുള്ളത് നാം മറന്നു പോകണം. അതുകൊണ്ട് നമ്മൾ ആരുടെയെങ്കിലും മുന്നിൽ താണു കൊടുക്കുന്നുണ്ടെങ്കിൽ, താണു കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ താണു പോവുകയല്ല, ദൈവസന്നിധിയിൽ നമ്മൾ ഉയരുകയാണ് എന്നുള്ളത്. ഈ ലോകം നമ്മളെ ഇടിച്ചിടിച്ച് നിൽക്കാനും പിടിച്ച് കയറാനും പഠിപ്പിക്കുക. പക്ഷേ തിരുവചനത്തിന്റെ താളുകൾ ഓരോന്നും നാം പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ ആരൊക്കെ വിനയപ്പെട്ടിട്ടുണ്ടോ, ദൈവത്തിന്റെ സന്നിധിയിൽ ആരൊക്കെ താഴ്മയുടെ അനുഭവം സ്വീകരിച്ചിട്ടുണ്ടോ, അവരെയൊക്കെ ദൈവം ഉയർത്തിയ ചരിത്രം മാത്രമേ നമുക്ക് ഈ തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ വിക്കനായ ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ വിമോചനത്തിനായി മിസ്രൈമിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട മോശ എന്ന പ്രവാചകൻ. മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുകയാണ്, അയ്യോ, ഞാൻ വിക്കനായ മനുഷ്യൻ, ഞാൻ എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ശക്തനായ രാജാവിന്റെ കൈകളിൽ നിന്ന് വിടുവിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വയം വിനയപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെ മതി. അവനെ ദൈവം എടുത്തുപയോഗിക്കുകയും ഇസ്രായേലിന്റെ വിമോചകനായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മളൊരു ന്യായാധിപനെ പരിചയപ്പെടുന്നുണ്ട്. ഗിദെയോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഗിദെയോനെ ദൈവം വിളിക്കുമ്പോൾ ഗിദെയോൻ പറയുകയാണ്, അയ്യോ ദൈവമേ, ഞാൻ എങ്ങനെയാണ് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുക? ഞാൻ ഇസ്രായേൽ കുലങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ കുലത്തിൽ ജനിച്ചവനും ജീവിക്കുന്നവനുമാണ്. ഞാൻ എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ ന്യായപാലനം ചെയ്യുന്നത് എന്ന്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപന്മാരിൽ ഒരാളായി ഗിദെയോനെ ദൈവം തിരഞ്ഞെടുത്താക്കി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകനെ വിളിക്കുമ്പോൾ, അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ട യെശയ്യാ പ്രവാചകനെ നമുക്ക് കാണാം. യെരമ്യാ പ്രവാചകനെ വിളിക്കുമ്പോൾ, അയ്യോ, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ട യെരമ്യാവിനെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ആരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം ഉയർത്തിയ ചരിത്രം മാത്രമേ നമുക്ക് ഈ തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 52-ാം വാക്യത്തിൽ പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യും. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടും, അവൻ എന്നാൽ താഴ്മയുള്ളവരെ ഉയർത്തുമെന്ന് അമ്മ മറിയം നമ്മെ പാടിക്കേൾപ്പിക്കുകയാണ്. അതിന് സമാനമായ അനുഭവമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹേരോദേവ് രാജാവ് യഹോവയായ ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടുവെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 23-ാം വാക്യം. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ
കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെടുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മെ കാത്തിരിക്കുന്നത് സർവനാശമാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അനുദപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിനയപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, നാം കാണിക്കുന്ന ക്രിയകളെ കുറിച്ച് ഒക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. അവിടെ തിന്മയുടെ അംശങ്ങൾ ഉണ്ടെങ്കിൽ തമ്പുരാന്റെ മുന്നിൽ വിനയപ്പെട്ട് അനുദപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെടുവാനുള്ള വിളിയെ തിരസ്കരിക്കുവാൻ നമുക്കൊരിക്കലും ഇടയാകരുത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിച്ചത് മുഴുവൻ വിനയപ്പെടുന്നവരെ ദൈവം ഉയർത്തിയ ചരിത്രമാണ്. എന്നാൽ ഇന്ന് ഈ ആധുനിക കാലത്തിൽ നാം നമ്മുടെ വീടുകളിലേക്ക്, നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്ക്, നമ്മുടെ ഇടവകകളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് ഒക്കെ നോക്കുമ്പോൾ അവിടെ അഹങ്കാരത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇന്ന് നമ്മളിൽ പലരും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അഹങ്കാരത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത പ്രവർത്തിക്ക് ഇംഗ്ലീഷിൽ 3 അക്ഷരം ചേർത്തൊരു വാക്കുണ്ട്, ഈഗോ എന്നാണ് പറയുന്നത്. EGO, ഈഗോ. അതിനൊരു ഫുൾ ഫോം ഉണ്ട്, എഡ്ജിങ് ഗോഡ് ഔട്ട്. ദൈവത്തെ തള്ളിക്കളയുന്ന അനുഭവമാണ് ഈഗോ എന്ന് പറയുന്നത്. എഡ്ജിങ് ഗോഡ് ഔട്ട്. ദൈവത്തെ തള്ളിക്കളയുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ വരുമ്പോൾ, നമ്മൾ നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ആലോചനയ്ക്ക് നമ്മൾ പ്രാമുഖ്യം നൽകുകയും നമ്മൾ നമുക്ക് തന്നെ മഹത്വം കൊടുക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും. ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള അനുഭവങ്ങളിൽ നിന്ന് നാം പലപ്പോഴും പിന്മാറുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിനയമുള്ളവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ശിഥിലതകൾ ഉണ്ടാകുന്നത്? ഇതിനേക്കാൾ പട്ടിണിയുള്ള കാലം നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. ഇതിനേക്കാൾ പ്രയാസമുള്ള കാലം നമുക്കുണ്ടായിരുന്നു. മൃഷ്ടാന ഭോജനം കഴിക്കുവാനില്ലാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് ജീവിച്ച് അധ്വാനിച്ച് സമ്പൽ സമൃദ്ധിയുടെ ഒന്നുമില്ലാതെ കേവലം 2 അറ്റം എങ്ങനെയെങ്കിലും കൂട്ടിമുറ്റിച്ച ഒരു കാലം നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. എന്നാൽ അന്നൊന്നുമില്ലാത്ത വിധം സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ, സംവേദന കാര്യക്രമങ്ങൾ വർദ്ധിച്ചപ്പോൾ, ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും തേടി വന്നപ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഇന്ന് ശിഥിലതകൾ വന്ന് നിറയുന്നത് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കുടുംബജീവിതം അഹങ്കാരത്തിന്റെയും അല്ലെങ്കിൽ താൻ പോരുമയുടെയും ഇടമായി മാറുന്നെങ്കിൽ അവിടെ നമ്മുടെ ജീവിതങ്ങളുടെ നാശമാണ് കുറിക്കുന്നത് എന്ന് നാം ഓർക്കണം. കുടുംബജീവിതത്തെ പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് മിനിസ്ട്രി എന്നുള്ള വാക്കുകൊണ്ടാണ്. മിനിസ്ട്രി ശുശ്രൂഷ എന്നാണല്ലോ അർത്ഥം. Family life, it's a ministry of sharing. Family life, it's a ministry of participation. Family life, it's a ministry of communication എന്നൊരു വ്യാഖ്യാനമുണ്ട്. ഫാമിലി ലൈഫ് ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അത് പങ്കിടലിന്റെ ശുശ്രൂഷയാണ് കുടുംബജീവിതം. ഫാമിലി ലൈഫ് ഇസ് എ മിനിസ്ട്രി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ അത് പങ്കിടലിന്റെ ശുശ്രൂഷയാണ് കുടുംബജീവിതം. ഫാമിലി ലൈഫ് ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സംവേദനത്തിന്റെ ഒരു ശുശ്രൂഷയാണ് കുടുംബജീവിതം. പങ്കിടുവാൻ, പങ്കുചേരുവാൻ, പരസ്പരം ആശയങ്ങളെ പങ്കുവെക്കുവാൻ നാം വിമുഖത കാണിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ പരാജയപ്പെടും. കുടുംബജീവിതം അത് പങ്കിടലിൻ്റെതാകുമ്പോൾ, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ അത് പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരല്പം ആശ്വാസമെങ്കിലും ലഭിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കുടുംബത്തിന് പുറത്ത് സന്തോഷം തേടുന്നത്, സന്തോഷം അനുഭവിക്കുന്നത് തെറ്റാണ്. കുടുംബമാണ് ദൈവം നമുക്ക് നൽകിയ ദാനമെന്നുള്ളത് ഓർത്തുകൊണ്ട് കുടുംബത്തിനുള്ളിൽ ദൈവം നൽകിയ സന്തോഷത്തെ, സ്നേഹത്തെ കണ്ടെത്തുവാൻ നമുക്കാകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ ദൈവത്തോട് നീതീകരണമുള്ള ജീവിതമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഫാമിലി ലൈഫ് ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് ഷെയറിംഗ്. അവിടെ പങ്കിടലിന്റെ ശുശ്രൂഷയാണ് കുടുംബജീവിതം എന്നുള്ളത് നാം മറന്നു പോകരുത്. ഫാമിലി ലൈഫ് ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് പാർട്ടിസിപ്പേഷൻ. അത് പങ്കുചേരലിൻ്റെതാണ്.
പരസ്പരം പങ്കു ചേർന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്കാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലമായി എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഒരിക്കൽ ഇന്ത്യക്ക് പുറത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോ, MJOCism ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടിയൊക്കെ സംസാരിക്കുവാനും ഇടപെടുവാനും ഒക്കെ സമയം കണ്ടെത്താറ്. അപ്പോൾ ഒരു കുഞ്ഞെന്നോട് പറഞ്ഞു, അച്ഛാ, ഐ നീഡ് മൈ മദർ ബാക്ക്. എനിക്ക് എൻ്റെ അമ്മയെ തിരികെ വേണം എന്ന്. സ്വാഭാവികമായി ഞാൻ വിചാരിച്ചു, ആ അമ്മ ഈ ലോകം വിട്ടുപോയി, അതിന്റെ സങ്കടത്തിലായിരിക്കും ആ കുട്ടി പറഞ്ഞത് എന്ന്. ഞാൻ ചോദിച്ചെന്താ പറ്റി? ഐ നീഡ് മൈ മദർ ബാക്ക്. എനിക്ക് എൻ്റെ അമ്മയെ തിരികെ വേണമെന്ന് ഒരു കുഞ്ഞ് പറയുകയാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് അറിയാമോ? എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അമ്മയും അപ്പയും കൂടുതൽ കൂടുതൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം സമ്പാദിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു വലിയ പ്രായമൊന്നുമില്ലാത്തൊരു കുട്ടിയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുക. എന്നിട്ട് പറയുകയാണ്, പക്ഷേ എൻ്റെ അമ്മ എന്നോടൊന്ന് തുറന്ന് സംസാരിച്ചിട്ട്, എന്നോടൊന്ന് നേരെ ചൊവ്വേ എൻ്റെ സങ്കടങ്ങളെ കേട്ടിട്ട് എത്രയോ കാലമായെന്നറിയാമോ അച്ഛാ, ഞാനിത് ആരോടാണ് പറയേണ്ടത് എന്ന്. ഒരു മകനോ ഒരു മകളോ നമ്മളെ കുറിച്ച് അങ്ങനെ പറയുവാൻ ഇടവരരുത്. നമ്മുടെ ജീവിതങ്ങൾ അവർക്ക് വേണ്ടിയാണെങ്കിൽ, നമ്മുടെ സമ്പാദ്യങ്ങൾ എല്ലാത്തിലും ഉപരി അവരാണ് എന്ന് നാം തിരിച്ചറിയണം. നമ്മളൊക്കെ ഈ ഫാമിലി ലൈഫിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ പരാതി പറയാറുണ്ട്. പക്ഷെ ആത്മാർത്ഥമായി ഒന്ന് ചോദിക്കണം, അവരുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ സന്തോഷങ്ങളും പങ്കുവെക്കുവാൻ പറ്റുന്ന ഇടമാണോ നമ്മൾ അതിനുള്ള ഇടം ഒരുക്കിയില്ലെങ്കിൽ അവർ അതിനുള്ള ഇടം തേടിപ്പോകും. അങ്ങനെ ഇടം തേടിപ്പോയതിനു ശേഷം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അഡിക്ഷൻ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയുന്ന കാര്യം. ഇതൊരു ക്രമം പോലെ എല്ലാവരും, ഇങ്ങനെ ഒരു ആചാരം പോലെ എല്ലാവരും പറയുക, അഡിക്ഷനാണ്, അഡിക്ഷനാണ്, അഡിക്ഷനാണ്. പക്ഷേ സൈക്കോളജിസ്റ്റ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ അഡിക്ഷന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കണക്ഷൻ ആണെന്ന് പറയും. അഡിക്ഷന് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കണക്ഷനാണ്. നമ്മുടെ നല്ല നല്ല ബന്ധങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ അഡിക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ആരും ചിന്തിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് ലഹരി വരില്ല എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകില്ല എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ലോകം നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ ദുഷ്ടതയേറിയ ലോകമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും സാത്താന്റെ പൈശാചിക ശക്തികളുടെ വലകൾ വീശിയിട്ടുണ്ട്. അവരെ ശ്രദ്ധിക്കുവാൻ, അവരുടെ വാക്കുകളെ കേൾക്കുവാൻ, അവരുടെ മുഖഭാവത്തുണ്ടാകുന്ന വ്യത്യാസം പോലും തിരിച്ചറിയുവാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ, ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ഒരല്പസമയം ഒന്ന് ചിരിക്കുവാൻ, ചിന്തിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ എന്തിനാണ് അപ്പനാണ് അമ്മയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയണം, പരസ്പരം ചിരിക്കണം, ദുഃഖങ്ങൾ പങ്കുവെക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ഇടം നമ്മൾ ഒരുക്കുന്നില്ല എങ്കിൽ അവർ അതിനുള്ള ഇടം തേടിപ്പോകും. അപ്പോൾ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് മുട്ടുമടക്കുക, ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ നൽകിയതിനെ സ്വീകരിക്കുക, ഈ സന്തോഷത്തെയും ദുഃഖത്തെയും പങ്കിടുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയാൽ നമ്മുടെ ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകില്ല. എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞാൽ, സ്നേഹത്താൽ ചേർത്ത് നിർത്തിയാൽ ഒരു കുഞ്ഞും അകന്നു പോകുകയില്ല പ്രിയമുള്ളവരെ. പക്ഷേ ആത്മാർത്ഥമായ ഒരു സ്നേഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, നമ്മുടെ ഈഗോകൾ മാറ്റിവെച്ച് നമ്മളൊന്ന് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് നാം ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ശോഭയോടുകൂടി ദൈവസന്നിധിയിൽ അത് ആത്മസ്വഭാവത്തിൽ നീതീകരണം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക.
ഇവിടെയാണ് ദൈവത്തിന്റെ ഇഷ്ടത്തെ തിരിച്ചറിയുവാനുള്ള വിളിയെ നാം കേൾക്കേണ്ടത്. എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം? പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1 തെസ്സലോനിക്കർ 5 അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എന്താണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കുകയും തമ്മിൽ തമ്മിൽ എല്ലാവരോടും നന്മ ചെയ്യുകയും എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, എല്ലാവരോടും നന്മ ചെയ്യണം. പിന്നീട് 3 കാര്യങ്ങൾ പറയുകയാണ്. 1, എപ്പോഴും സന്തോഷിക്കണം. 2, ഇടവിടാതെ പ്രാർത്ഥിക്കണം. 3, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ബാക്കിയൊക്കെ നമുക്ക് പറ്റും, പക്ഷെ ഈ അവസാനം പറഞ്ഞ 3 കാര്യം നടക്കൂ. ഒന്നാമത് പറഞ്ഞത് എന്താ? എപ്പോഴും സന്തോഷിക്കണം. എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കഴിയുമോ? പോട്ടെ, ഇടവിടാതെ പ്രാർത്ഥിക്കുക. 2 നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അന്നേരമാണ് ഇനി ഇടവിടാതെ പ്രാർത്ഥിക്കുക. പിന്നെ പറഞ്ഞത് എന്താ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുക. ജീവിതം എപ്പോഴും സന്തോഷവും ദുഃഖവും ഒക്കെ സമ്മിശ്രമായ അനുഭവമാണ്. പക്ഷേ ഇത് 3 സാധ്യമാകണം, സാധ്യമാകും എന്നുള്ളതാണ് ക്രിസ്തീയ ചിന്ത. എപ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ആഗ്രഹവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറായാൽ നമുക്ക് സന്തോഷിക്കുവാനുള്ള അനുഭവം ഉണ്ടാകാം. അതിൽ ദുഃഖങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, പീഡകൾ ഉണ്ടാകും. പക്ഷേ എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പാട്ടുണ്ടല്ലോ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം തമ്പുരാന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടെ ഞാനിത് വാങ്ങിച്ചിട്ട് ദൈവത്തിന് സ്തുതി ഹല്ലേലൂയ പാടും എന്നാ പറയുന്നത്. ഇതാരാ പാടിയത്? സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. എപ്പോഴാണ് പാടിയത്? തന്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ പാടുകയാണ്, ദുഃഖത്തിന്റെ പാനപാത്രം തമ്പുരാൻ തന്നാൽ സന്തോഷത്തോടെ ഞാനത് വാങ്ങിച്ചിട്ട് തമ്പുരാന് ഹല്ലേലൂയ പാടും. കാരണം എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിന്റെ തലമുടി നാരിഴകളുടെ എണ്ണം പോലും അറിയാവുന്ന ദൈവം, നീ വിളിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യം എന്തെന്ന് അറിയാവുന്ന ദൈവം നിന്റെ കൂടെയുള്ളത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിന്റെ ഹിതമാണ് എന്ന് മനസ്സിലാക്കി അവന് സ്തുതി പാടുക എന്നുള്ള ഒരു നിയോഗം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധനായ പൗലോസ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ എന്ന്. എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് കഴിയും. ഇനി ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ് അടുത്തത് പറഞ്ഞത്. എങ്ങനെയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായി കഴിയുന്നത്? നമുക്ക് വേറെ ജോലിയൊക്കെ ചെയ്യണ്ടേ? നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴെങ്ങനെയാണ് ഈ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ? ഒറ്റ കാര്യമേ ഉള്ളൂ. ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള ഒരു ബന്ധമാണ്, സംസർഗമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ദൈവ വിചാരം എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. 3 തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. 1 പ്രൈവറ്റ് പ്രയർ, 2 ഫാമിലി പ്രയർ, 3 പബ്ലിക് വർഷിപ്പ്. വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, പൊതുവായ ആരാധന. ഇതിൽ വ്യക്തിപരമായ പ്രാർത്ഥന നമ്മെ ഇടവിടാതെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ്.
വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലം നാം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അതിനൊരു പ്രത്യേക സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കേണ്ട, അതിനൊരു പ്രത്യേക സമയം നമ്മൾ വേർതിരിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നുവോ ആ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ദൈവ വിചാരത്തെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അതാണ് ഒരു പേഴ്സണൽ പ്രയർ, ഒരു പ്രൈവറ്റ് പ്രയർ എന്ന് പറയുന്നത്. ശരിയാണ്, ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിൽ ഈ പേഴ്സണൽ പ്രയർ എന്നുള്ളത് അങ്ങനെ കാണുന്ന ഒരു കാര്യമല്ല. മറിച്ച് അത് നമ്മൾ ആരാധിക്കുന്ന ഒരു സമൂഹത്തോട് ചേർന്നാണ് എപ്പോഴും നിൽക്കുന്നത്. വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും സഭയാകുന്ന ഒരു ഗാത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് ഞാൻ പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. 2-3 വർഷങ്ങൾക്ക് മുൻപ്, 4-5 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിലെ മൗണ്ട് ആത്തോസ് എന്ന് പറയുന്ന സന്യാസ ആശ്രമങ്ങളുടെ ഒരു കൂട്ടമുണ്ട്. അവിടെ ഒന്ന് സന്ദർശിക്കുവാനായിട്ട് ഇടയായി. അവിടെ സന്ദർശിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് സന്യാസിമാർ കാലങ്ങളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഒരിടമാണ്. ഒരുപാട് ചെറുപ്പക്കാരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രമങ്ങളാണ്. ഒരുപാട് ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭകളുടെ ആശ്രമങ്ങൾ ഒരു വലിയ കുന്നിന്മേലുണ്ട്. അപ്പൊ അതിൽ ഒരാശ്രമത്തിൽ ഞങ്ങൾ താമസിക്കുവാനായിട്ട് പോയി. എപ്പോഴും അവരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ജീസസ് പ്രയർ. അവർ വളരെയധികം പ്രാധാന്യത്തോടെ കാണും. നമ്മളും അത് പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിലേക്ക് അതൊക്കെ ഒന്ന് പ്രചാരത്തിലായിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ 3:30 മണിക്ക് തുടങ്ങുന്ന നമസ്കാരം അവസാനിക്കുന്നത് 6:30 മണിക്കാണ്. പ്രഭാത പ്രാർത്ഥനയെല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ ഈ സന്യാസിമാർ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ജോലിക്ക് വേണ്ടി അവർ ഇങ്ങനെ പോകും. അപ്പോൾ ചിലർക്ക് ചാപ്പലിലെ ഉത്തരവാദിത്തങ്ങളായിരിക്കും, ചിലർക്ക് മറ്റു കാര്യങ്ങളായിരിക്കും, ചിലർക്ക് അവരുടെ കൃഷിയിടങ്ങളിലെ ജോലിക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ താമസിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഈ കഴുതകളുണ്ട്. കഴുതകളുടെ മുന്നിൽ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കയറ്റി ഇവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇവരിങ്ങനെ നടന്നു പോകുമ്പോഴും ഇവരുടെ ചുണ്ടുകളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ കൗതുകം കൊണ്ട് നമ്മൾ അവിടെ നിൽക്കുന്ന സന്യാസിയോട് ചോദിക്കുക, ഇവരെന്താണ് ഈ ചുണ്ടുകളിൽ മന്ത്രിക്കുന്നത് എന്ന്. അപ്പൊ അവര് പറഞ്ഞതാണ്, യേശുനാമ പ്രാർത്ഥനയാണ് അവര് മന്ത്രിക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും അവർ ആ യേശുനാമ പ്രാർത്ഥന, ജീസസ് പ്രയർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതൊരു പേഴ്സണൽ പ്രയറിന്റെ തലമാണ്. പ്രിയമുള്ളവരെ, എന്താണ് ആ യേശുനാമ പ്രാർത്ഥന? യേശുവേ ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഇത്ര മാത്രമേ ഉള്ളൂ. അതിങ്ങനെ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുക. യേശുവേ ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന്. അത് നിരന്തരം നമ്മൾ ചൊല്ലിക്കൊണ്ട്, അത് ഇടവിടാതെയുള്ള പ്രാർത്ഥനയ്ക്കുള്ള ഒരു മുഖാന്തരമാണ്. യേശുവേ ദൈവപുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഞാനും നിങ്ങളും ഈ ഒരു പ്രാർത്ഥന ശീലമാക്കുന്നത് നല്ലതാ. കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രാർത്ഥന പഠിക്കുന്നത് നല്ലതാ. പ്രയർ ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ പ്രാർത്ഥന എന്നാണ് നമ്മുടെ ഓർത്തഡോക്സ് തിയോളജിയിൽ അതിനെ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നമുക്ക് ഉയരങ്ങളിലേക്ക് ആത്മസ്വഭാവത്തിൽ ജീവിക്കുവാൻ, ചരിക്കുവാനായി നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിനയത്തോടുകൂടി ജീവിക്കുകയും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നാം സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഈ ഭൂമിയിൽ, ഈ ജഡത്തിൽ ജീവിക്കുമ്പോഴും നമുക്കെങ്ങനെ ആത്മസ്വഭാവമുള്ളവരായി മാറുവാനായി കഴിയും? മൂന്നാമത്തെ ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ യഥാർത്ഥമായ നിയോഗങ്ങളെ നാം തിരിച്ചറിയണം. നമ്മുടെ യഥാർത്ഥമായ നിയോഗങ്ങളെ നാം തിരിച്ചറിയണം. അങ്ങനെ പറയുമ്പോൾ ചോദിക്കും, എന്താണ് നമ്മുടെ നിയോഗമെന്ന്? നമുക്ക് ദൈവം ഓരോ കാലത്തും ഓരോ നിയോഗങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നിയോഗമാണ്. അത് വീട്ടമ്മയായിക്കൊള്ളട്ടെ, അധ്യാപകനായിക്കൊള്ളട്ടെ, വൈദികനായിക്കൊള്ളട്ടെ, വിദ്യാർത്ഥി ആയിക്കൊള്ളട്ടെ, നമ്മെ ഇപ്പോൾ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഇടമാണ് നമ്മുടെ നിയോഗം. ആ നിയോഗത്തിൽ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ദൈവസന്നിധിയിൽ വിലയുള്ളവരായി മാറും എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. ആത്യന്തികമായി ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ദൈവീകരണമാണ്. തിയോളജിയിൽ അതിനൊരു പേര് പറയും, തെയോസിസ് എന്ന് പറയും. അപ്പോൾ ദൈവീകരണത്തിന്റെ അനുഭവം, ആദമിനെ സൃഷ്ടിച്ചപ്പോൾ
ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. അവന്റെ സ്വരൂപവും സാദൃശ്യവുമാണ് ഈ ദൈവീകരണം എന്ന് പറയുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തോടുള്ള സാദൃശ്യം നഷ്ടപ്പെടുത്തിയെന്ന് നമുക്കറിയാം. ഞാൻ അത് ഇച്ചിരി വേദശാസ്ത്രപരമായ കാര്യം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ യഥാർത്ഥമായ നിയോഗം ദൈവത്തിലേക്ക് ലയിച്ചു ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി മാറുക എന്നുള്ളതാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലും അതോടൊപ്പം നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതും ദൈവം മനുഷ്യനാകുക എന്നുള്ളതാണ് എന്ന് നാം എപ്പോഴും ഓർക്കുക. അങ്ങനെയെങ്കിൽ ആരാണ് ദൈവ മനുഷ്യൻ? 3 ഉത്തരങ്ങളുണ്ട് ആരാണ് ദൈവ മനുഷ്യൻ എന്നുള്ളതിന്. ഒന്നാമത്തേത്, വൺ ഹൂ ബിലീവ്സ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ദൈവ മനുഷ്യൻ. കേവലമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല, യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന വൺ ഹൂ ബിലീവ്സ് ഇൻ ഗോഡ്. രണ്ടാമത്തേത്, the one who belongs to God. ഞാൻ ദൈവത്തിന്റെ വകയാണ് എന്ന് ഉൾക്കൊള്ളുന്നവനാണ് ദൈവ മനുഷ്യൻ. വൺ ഹൂ ബിലോങ്സ് ടു ഗോഡ്. മൂന്നാമത്തേത്, the one who behaves like God. ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്നവനാണ് ദൈവ മനുഷ്യൻ. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ വകയാണെന്ന് ഉൾക്കൊള്ളുകയും ദൈവത്തെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു വലിയ മാർഗത്തെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവ മനുഷ്യരായി മാറും എന്നുള്ളത് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യനും ഓരോ നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളിൽ നാം വിശ്വസ്തരാകുക എന്നുള്ളതാണ്. കാരണം ദൈവം നമ്മെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടുന്നതിനും ആ ഫലം നിലനിൽക്കേണ്ടുന്നതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിയോഗം അതാണ് എന്ന് നാം തിരിച്ചറിയുക. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനമാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത്. ആ സ്ഥാനത്തേക്ക് വളരുവാൻ, ഉയരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ ഒക്കെ പൂർണ്ണമായി മാറും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ കൂട്ടായ്മ വിട്ട് പോകുവാനായിട്ടല്ല, ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശമയമാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അവിടെ ചിലപ്പോൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുമ്പോഴാണ് അവിടെ പുതിയ ഒരു നാമ്പ് പൊട്ടിമുളയ്ക്കുന്നത്. ഏത് വിത്തും അങ്ങനെ തന്നെയാണ്. ഞാനും നിങ്ങളും ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ, സങ്കടപർവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമാണ്, അല്ലെങ്കിൽ ഇതാണ് എന്റെ ജീവിതം മുഴുവൻ എനിക്കായിട്ടുള്ളത് എന്നുള്ള വേദനയിൽ നമ്മുടെ നിയോഗത്തെ മറന്നു പോകുവാനായിട്ടല്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിബന്ധ കാലഘട്ടത്തിലും നമുക്ക് സന്തോഷത്തോടെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു കൊള്ളട്ടെ. ജഡസ്വഭാവവും ആത്മസ്വഭാവവുമാണ് നമ്മൾ ചിന്തിച്ചത്. ജഡസ്വഭാവത്തിലുള്ളവൻ എങ്ങനെയാണ്, ആത്മസ്വഭാവത്തിലുള്ളവൻ എങ്ങനെയാണ് എന്നുള്ളത് നാം കണ്ടു. എന്നാൽ ഈ ജഡത്തിൽ, ഈ ശരീരത്തിൽ നാം ജീവിക്കുമ്പോഴും നമുക്കെങ്ങനെയാണ് ആത്മസ്വഭാവമുള്ളവരായി മാറുവാനായിട്ട് കഴിയുന്നത്? മണ്ണിൽ നിന്ന് നല്ല പുഷ്പങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഈ ഭൂമിയിൽ കാലുകൾ ഉറപ്പിച്ചിരിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ഉന്നതങ്ങളിലേക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്? പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മോട് പറയുന്നതും അത് തന്നെയാണ്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം എന്ന്. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി മാറുക എന്നുള്ളതാണ്. താണനിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യുമെന്ന് നമ്മെ പഠിപ്പിച്ചത് നമ്മൾ മറന്നു പോകരുത്. വിനയപ്പെടുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തിക്കൊള്ളും.
ഒരാൾ നമ്മുടെ മുന്നിൽ വിനയപ്പെടുന്നെങ്കിൽ, താണു തരുന്നെങ്കിൽ, അതവന്റെ ബലഹീനതയല്ല, അതവന്റെ ബലമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. അങ്ങനെ ഈ ശരീരം കൊണ്ട് നമ്മൾ വിനയപ്പെട്ടാൽ, നമ്മുടെ ചിന്തകളിൽ നമ്മൾ വിനയപ്പെട്ടാൽ, നമ്മൾ ദൈവസന്നിധിയിൽ ഉയർന്നു നിൽക്കും എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും മൂന്നാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ നിയോഗങ്ങളെ കുറിച്ചാണ്. നമുക്കുള്ള നിയോഗം ദൈവത്തെ പോലെ ആവുക എന്നുള്ളതാണ്, ദൈവ മനുഷ്യനാവുക എന്നുള്ളതാണ്. ദൈവത്തെ പോലെ പ്രവർത്തിച്ച് ദൈവത്തിന്റെ വകയാണെന്ന് മനസ്സിലാക്കി, ദൈവത്തിന്റെ ഇടമാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുവാൻ നമുക്കാകുമ്പോൾ നമ്മുടെ ഏത് നിയോഗമാണെങ്കിലും ആ നിയോഗം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള നിയോഗത്തെ പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്.